അച്ഛനെല്ലാം കുറഞ്ഞു, ഇപ്പോൾ ഡിസ്ചാർജ് ആവും, വീട്ടിൽ പോകാനിരിക്കുക. കാരണം അത് കഴിഞ്ഞ് 44ാമത്തെ ദിവസം എൻ്റെ കല്യാണമാണ്. അപ്പോഴത്തേക്കിനും ഞാൻ താഴേന്ന് വീണ്ടും കോൾ വന്നു. ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ ഞാൻ മേലോട്ട് ചെല്ലട്ടെ, അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നോർമലി ഞാൻ ലിഫ്റ്റ് കയറിയാണ് പോകുന്നത്, അന്ന് ഞാൻ നടന്നു പോവുക സ്റ്റെപ്പിൽ കൂടെ. സന്തോഷം കാണല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടി അടി അടി. അപ്പോൾ വീണ്ടും ഈ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തപ്പം ഉണ്ണിമോളാണ് വിളിച്ചത്. ചേച്ചി ഓടി വാ, ഒളശേച്ചനെ വിളിക്കുക, ഒളശല്ല ഞങ്ങളുടെ നാട്. അപ്പോൾ ഒളശേച്ചന് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഡ് ബ്ലൂ വിളിച്ചത് മുഴുവൻ അച്ഛൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്കിതറിയില്ലല്ലോ, വേറെ ആർക്കാന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ മേലെ ചെന്നപ്പം ഫുള്ള് അച്ഛന് ഇത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഫുള്ള് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്തു. പിന്നെ അച്ഛൻ വേഗം വേഗം പിന്നെ വെൻറ്റിലേറ്ററിലായി. പിന്നെ അച്ഛൻ മരിച്ചു. പിന്നെ ആകെ എനിക്ക് ഈ ഇത് ഫുഡും കൊടുക്കാൻ പറ്റിയില്ല, പാലപ്പവും കൊടുക്കാൻ പറ്റിയില്ല. തെരണ്ടി അച്ഛൻ ഭയങ്കര ആഗ്രഹിച്ചു, അതും പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ചു. ഇത് വലിയ സംഭവം അല്ലെങ്കിൽ കൂടെ അന്ന് മുതൽ ഈ സമയം വരെ ഈ മീൻ മാത്രം ഞാൻ കഴിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ. ഇത് വലിയ സംഭവമായിരിക്കില്ല ഇപ്പോൾ കേൾക്കുന്നതൊക്കെ, ഇതൊരു വലിയ സംഭവമാണോ എന്ന് വിചാരിക്കും. അതെ അതെ ശരിക്കും. പക്ഷെ നമ്മൾ കള്ളവും പറഞ്ഞ് ഇത് കൊടുക്കാനും പറ്റിയില്ല. എൻ്റെ ചേട്ടൻ കരിക്കും. എൻ്റെ അമ്മ ലാസ്റ്റ് ചോദിച്ച സാധനം ചേട്ടനോട്, കരിക്ക്. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അമ്മ മരിച്ചു. എൻ്റെ ചേട്ടൻ അതിന് ശേഷം കാരണം ഇതൊക്കെ നമ്മളെ ഈ പ്രതീക്ഷിക്കാതെ പോയതാ രണ്ടുപേരും. നമ്മളങ്ങനെ വിചാരിച്ചിട്ട് പോലെ ഈ വയ്യാതെയൊക്കെ കുറേ നാൾ അങ്ങനെ കിടന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. അമ്മയും അച്ഛനൊക്കെ നടന്നു കയറിയവരാ ഹോസ്പിറ്റലിൽ. പെട്ടെന്ന് തിരിച്ചു വന്നത് രണ്ടുപേരും നമ്മൾ വല്ലാണ്ടൊരു മെന്റൽ ഷോക്കിലേക്ക് പോകും ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടാ, അച്ഛൻ മരിച്ചതിൻ്റെ. അപ്പം അച്ഛനെ ഇതായല്ലോ, ഓക്കെ ആയല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനിങ്ങനെ മരിച്ചു, എനിക്കൊരു 2 ദിവസം തരണം, ഒന്ന് വേറെ ആരും ഇല്ല. അങ്ങനെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സിനിമയ്ക്ക് പോയി ജോയിൻ ചെയ്തു. കാരണം ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, 44 ദിവസം എൻ്റെ കല്യാണമാണ്. അപ്പം അങ്ങനത്തെ നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന 1-2 ഘടകങ്ങൾ ലൈഫിലുണ്ട്. എന്നാലും വീണ ഇത് കേൾക്കുമ്പോൾ തന്നെ വീണ പറയുമ്പോൾ ഫുൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. നടന്നു കയറിപ്പോയ അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ. വീണ നിസ്സഹായാവസ്ഥയുടെ പുറത്താണ് വീണ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എനിക്കിത് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു പലരുടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ സമയത്തെ നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ വീണ. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം. ദാ. വീണ ഇതിപ്പം വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് വീണ അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറയണത്, അത് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ടല്ലേ. അതുള്ള ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദനയാണ്. എന്തുകൊണ്ട് വീണ അന്നേരം ജോലിക്ക് പോയി? ജോലിക്ക് പോയാൽ എനിക്ക് തോന്നുന്നു അന്ന് വളരെ ഏർലി ഏജാണ്, ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നെഗറ്റീവായിട്ടും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അവർ ഈ സിറ്റുവേഷൻ എന്താന്ന് പോലും മനസ്സിലാക്കാണ്ട് എന്തൊക്കെ മോശം അവർ പറഞ്ഞേനെ. അമ്മ ഇതായിട്ട് അവൾ ഉടനെ അഭിനയിക്കാൻ പോയി. അങ്ങനെ എന്തെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരിലോ ആരെങ്കിലും അന്ന് അങ്ങനെ കുറ്റപ്പെടുത്തി വീണേനെ? നമ്മുടെ നാട്ടുകാർ വീട്ടുകാരും പറയുന്നത് പലതും നമ്മൾ ലേറ്റായിട്ടായിരിക്കും അറിയുക. പക്ഷെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയില്ല. അതിനുശേഷം അച്ഛൻ മരിക്കുന്നത് മെയ് 8-നാണ്. അപ്പോൾ ജൂണിൽ ഞാൻ ആത്മയുടെ മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ ഈ മെയ് 8 കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞാൻ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു, സോറി അങ്ങനെയല്ല, ഒരു വളരെ യാദൃശ്യമായിട്ട് ഞാൻ അവരെ കാണുന്നതാണ്. SP ഗ്രാൻഡേസിൽ വെച്ചിട്ട് ആർട്ടിസ്റ്റിനെ ഞാൻ അവിടെ ചെന്നപ്പം അപ്പോൾ അവരെന്നെ അപ്പോൾ എനിക്കൊരു കുറച്ച് ബ്രേക്കിന് ശേഷം അച്ഛൻ മരിച്ചിട്ട് ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കിലോ എന്തോ സ്റ്റോറി ഇട്ടു. ഞാൻ ചെന്നൈക്ക് പോകുന്നതിൻ്റെ ഒരു സെൽഫി ഇട്ടു, ഇങ്ങനെ ചിരിച്ചിട്ട് നിന്ന്, ബാക്ക് ടു വർക്ക് എന്നോ എന്തോ ഒരു സാധനം ചിരിച്ചോണ്ടായിട്ടേക്കുന്നത്. അപ്പോൾ അവരെന്നെ പിടിച്ചെടുത്തിട്ട് പറയും, നീയൊക്കെ ഒരു പെണ്ണാണോടി? എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് 7-8 മാസം എടുത്തു എനിക്ക് അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് വരാൻ. നിനക്കൊരു നാണമില്ലേ? നീ ഈ 2 മാസമല്ലേ ഉള്ളൂ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട്, നീ ഒരു സെൽഫി എടുത്തിട്ടിരിക്കുന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ എന്നെ വീണ്ടും ട്രാക്കിലേക്ക് എത്തിച്ചേ പറ്റൂ. അതെ, നമ്മുടെ പുഷ് ചെയ്യാണ് സെൽഫിനെ. കാരണം അത് കഴിഞ്ഞ് ജൂൺ 21-ന് എൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര അപ്പോൾ എന്തെല്ലാം ആയിരിക്കും അല്ലേ ആൾക്കാർ
ആ ഒരു സെൽഫിക്ക് പറയുക. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി അങ്ങനെ ചിന്തിക്കുമായിരുന്നു. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അയ്യോ അവരെന്താ വിചാരിക്കുക ഞാനിങ്ങനെ ഇട്ടാൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നാട്ടുകാരെ പേടിയായിരുന്നു എനിക്ക്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത്, ഓ ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ലല്ലേ. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ എന്ത് ചെയ്താലും ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ, നമ്മളെ അറിയാത്തവരും അറിയാവുന്നവരും പറയും. എന്നാൽ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇതൊന്നും അവർ ചിന്തിക്കില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ. പക്ഷേ അത് നമ്മൾ പിന്നീടായിരിക്കും അറിയുക. അപ്പോൾ നമ്മൾ ഞെട്ടും, ഈശ്വര ഇവർ ഇത്രയും കൂടെ നിന്നിട്ട് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ കൂടെയുള്ളവർ പറയുമ്പോൾ പിന്നെ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വീണയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ വീണ എങ്ങനെ ആ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തത്? എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അഭാവത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് മോശം പറയുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ ഞാൻ പതിയെ അതിൽ നിന്ന് പുറകിലേക്ക് പോന്നു. അവരോട് ദേഷ്യമൊന്നുമില്ല, അവരെ കാണുമ്പോൾ ഞാൻ ചിരിക്കാൻ റെഡിയാണ്. പക്ഷെ അവരുമായിട്ടുള്ള സൗഹൃദത്തിന് ഞാൻ മുന്നേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ. അവരോട് എനിക്ക് പരിഭവമില്ല, ഇങ്ങനെയുള്ളൊരു വിഷമമുണ്ട് ഉള്ളിൽ. അവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്കൊരു നമ്മളില്ലാതെ അല്ല നമ്മുടെ അഭാവത്തിൽ നമ്മളെപ്പറ്റി ഭയങ്കര മോശമായിട്ട് പറയുന്ന സ്റ്റേജുകൾ, അതെല്ലാ കാര്യത്തിലും. എന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര ചിരിച്ചുകൊണ്ട് നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ചുരുങ്ങി 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 ഭയങ്കര ചെറുതാണ്. വളരെ എൻ്റെ +2 മുതലുള്ള എൻ്റെ സുഹൃത്തുണ്ട് അലീന, അവൾ അന്നും ഇന്നും എന്നും അതേപോലെ തന്നെയുണ്ട്. പിന്നെ അങ്ങനെ നോക്കിയൊരു 3-4 പേര് അത്രയേ ഉള്ളൂ. അതിന് മേലെ എന്നെപ്പറ്റി അറിയാവുന്നവർ ആരുമില്ല. മഞ്ജു ചേച്ചി ഞാനും കാണാറില്ല, മഞ്ജു പത്രോസ്. പക്ഷെ കാണുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി സംസാരിക്കും. എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അങ്ങനെ ആ കാറ്റഗറി ഇല്ല, പക്ഷെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് മഞ്ജു ചേച്ചി. നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന, കാരണം മഞ്ജു ചേച്ചി സ്ട്രഗ്ലിങ് ലേഡിയാണ്. അതെ. അപ്പോൾ അവർക്കേ മനസ്സിലാവുള്ളൂ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതേപോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന അല്ലാത്തവർക്ക് മനസ്സിലാവില്ലെന്നേ. പിന്നെ നമ്മളിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സോഴ്സ് ഉണ്ട്, എനിക്ക് സോഴ്സ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നേരെ താഴോട്ടാണ്.